അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാനൊക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അല്ലേ? അതിൽ ആ ഡയറക്ടർ സിദ്ദിഖ് പോയതാണ് പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിപ്പോയി. പെട്ടെന്ന് ഇപ്പോൾ ഷാഫി ആണെങ്കിലും പെട്ടെന്ന് ഒന്നുമില്ലാതെ ഹോസ്പിറ്റലിൽ പോയ ഒരാളാണ്. അതെ, ഒരുപാട് പേരുടെ വിയോഗത്തിന് സാക്ഷി വഹിച്ചല്ലേ, ഒരുപാട് സമകാലീന ആൾക്കാർ പോയിട്ടുണ്ടല്ലേ. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ശ്രീനാഥ് പോയത് ആ മോഹൻലാലിൻ്റെ പടത്തിൽ, അത് ലൊക്കേഷനിൽ വെച്ചാണ് നമ്മളിത് അറിയണത്. പുള്ളി അടുത്ത റൂമിൽ മരണപ്പെട്ടു എന്നുള്ളത്. മോഹൻലാൽ ആരുടെ പടമായിരുന്നു, ലോറി ഡ്രൈവറായിട്ടൊക്കെ തന്നെ. ആ പടത്തിൽ പുള്ളി ശ്രീനാഥ് ഉണ്ടായിരുന്നു. പിന്നെ കേൾക്കുന്ന ആത്മഹത്യ വാർത്ത അല്ലേ, ഭയങ്കരമായി പോയി കണ്ടായിരുന്നോ? പിന്നെ ഞങ്ങളുണ്ടല്ലോ, ലൊക്കേഷനിലുണ്ടായിരുന്നു. ഓക്കെ, അത് വല്ലാത്തൊരു ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു അല്ലേ. പിന്നെ കൂടെ അഭിനയിക്കാൻ വന്ന ഒരാളില്ലാതാകുക എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ട്രാജഡി. അപ്പോൾ ഒരുപാട് പേരുടെ വളർച്ചയും തളർച്ചയും എല്ലാം നേരിട്ട് കണ്ട ആളുകൾ അല്ലേ. ഈ കൺമണിലൂടെ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന ഒരുപാട് നടന്മാർ കാണും. ഇത് വലിയൊരു താരമാവും എന്ന് കണ്ട അതെനിക്ക് മനോജ് കെ ജാനിൽ ഫീൽ ചെയ്തു. മറുപുറത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പം മനോജിൻ്റെ ആക്ടിങ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതെയോ? പുള്ളി തുടക്കക്കാരനല്ലേ ആ സിനിമയില്ലേ? അതെ. അപ്പം എനിക്ക് തോന്നി ഈ മനോജ് മലയാള സിനിമയിലൊരു സംഭവം ആവും എന്നുള്ളത് തോന്നിയിരുന്നു. അത് പുള്ളിയോട് പറഞ്ഞായിരുന്നു? പറഞ്ഞിട്ടുണ്ട്, അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഒരു റൗണ്ട് കറങ്ങുമെന്ന് പറഞ്ഞു. എത്ര പടങ്ങൾ ചെയ്തല്ലേ? അത് വല്ലാത്ത റോൾസൊക്കെ ചെയ്തിട്ടില്ലേ മനോജ്, ഗംഭീരമായ റോൾസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരുപാട് സിനിമകൾ കത്തി കയറിപ്പോയി. ഇപ്പോഴും ചേട്ടൻ വന്ന ആ സ്റ്റെപ്പിൽ തന്നെ നിൽക്കുവാണ്. അത്രയും അതിന് താഴോട്ട് പോയി. അതിൽ നിന്ന് പരാതിയില്ല, പരിഭവമില്ല. ഈ ന്യൂജൻ പിള്ളേർ താരങ്ങളോട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ആരുമായിട്ടും ഒരു ബന്ധമില്ല. ആരുമായിട്ട് അമ്മയുടെ ജനറൽ ബോഡി സമയത്ത് കാണും. എല്ലാവരും ചേട്ടാന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, അത് സത്യമാണ്. എല്ലാവരും ചിലവരൊക്കെ ഇങ്ങനെ ഹരികർണകറിൻ്റെ കാര്യമൊക്കെ പറയും. ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ്, ചേട്ടനെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഈ രണ്ടാം ഭാഗം എടുക്കുമ്പോഴും ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ടു ഹരിഹരനഗറിൻ്റെ രണ്ടാം ഭാഗത്തിൽ അല്ലേ? അല്ല, രണ്ടാം ഭാഗത്തിൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു വേഷമായിരുന്നു തോന്നുന്നു. അത് പിന്നെ ലാല് എഴുതി വലുതാക്കിയതാണെന്നാണ് കേട്ടത്. ആണോ? അങ്ങനെയാണല്ലേ. ആദ്യത്തെ ചെറുതിൽ ഒതുക്കി ഇതിനകത്ത് കുറച്ച് ഇലാബറേറ്റ് ആക്കി. അതെ, അല്ല അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ആദ്യം അവർ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ചെറിയൊരു എസ്ഐയുടെ റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് ലാലത് പിന്നെ അത് എന്നെ വെച്ച് ചെയ്യിക്കാൻ തീരുമാനിച്ചതിന് പിന്നെ അത് വലിയ കുറച്ചും കൂടെ വലുതാക്കിയതാണെന്ന് തോന്നുന്നു ആ സീൻ. ഈ സാധാരണ ഡയലോഗ് പറയുമ്പോൾ എങ്ങനെയാണ് ഒറ്റ ടേക്കിന് എടുക്കുന്നത്? എങ്ങനെയായിരിക്കും ചേട്ടൻ്റെ ഒരു സമീപനമായിരിക്കും? കാണാൻ പഠിക്കുന്നതാണ് ഇഷ്ടം, അതോ എങ്ങനെയായിരിക്കും ഡെലിവറി? പഠിക്കാൻ എനിക്ക് വലിയ പാടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ അങ്ങ് കൂടെ പറയും. ഈ സേതുരാമയ്യറിൽ ഇതേപോലെ ഒരു വലിയ സീൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് മമ്മൂക്കാക്ക് ആ സീൻ എടുത്തിട്ട് വേണം മമ്മൂക്കാക്ക് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകാൻ. മമ്മൂക്ക അവിടെ ഇരുന്ന് പറയണ്ടായിരുന്നു, അവിടെ മുകേഷ് മുമ്പിലുണ്ട്. അപ്പോൾ ഞാൻ പുറയിൽ മമ്മൂക്ക ഇങ്ങനെ ഇരിക്കണം, ഞാൻ പുറയില്ല. അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് ഡയലോഗ് പഠിക്കാൻ പറയട്ടെ, എനിക്ക് പോകണം, ഞാൻ എന്തായാലും അങ്ങ് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. മുകേഷ് പറയുന്നുണ്ട് അവൻ പുറകെ നിൽക്കണം പറയുന്നുണ്ട്. പക്ഷെ എന്തോ ഫസ്റ്റ് ടേക്കിലല്ല ഓക്കെ മമ്മൂക്ക പോകാൻ പറ്റും. ഞാനങ്ങനെ ആകാനായിരുന്നു ശ്രമിക്കും. ടെൻഷനായ പിന്നെ നമുക്ക് എല്ലാം കുഴപ്പമാവില്ലേ. അത് ഒറ്റ ടേക്കിന് എടുത്ത് അങ്ങ് തീർത്തു. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയ താരങ്ങളൊക്കെ മമ്മൂക്ക സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ അവരെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ നമുക്ക് ഡയലോഗ് ഡെലിവറിയിൽ എന്തെങ്കിലും ഒരു പിടുത്തം വല്ലതും വരാറുണ്ട്? ഇല്ല, മമ്മൂക്കാടോട് മോഹൻലാലിലൂടെ ചിലപ്പോൾ വരും. അങ്ങനെ വരും? അങ്ങനെയല്ല, പേടിച്ചിട്ടല്ല. പുള്ളിയുടെ ആക്ടിങ് ഡിഫറെൻ്റ് അല്ലേ, പുള്ളി ബിഹേവ് ചെയ്യണല്ലേ. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിക്കും എൻ്റെ അടുത്ത് എന്തോ കാര്യമായിട്ട് പറയണമെന്ന് വിചാരിക്കും പുള്ളി ഡയലോഗ് പറയുമ്പോൾ. അങ്ങനെ വളരെ ഈസി ആയിട്ട് പറയും. അപ്പം നമ്മുടെ ഡയലോഗ് മറന്നിട്ട് പുള്ളി എന്തോ പറയണത് നമ്മൾ ശ്രദ്ധിച്ചു പോകും. അങ്ങനെ എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. എപ്പോഴും എല്ലാം പറയണേ, എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഷിക്കാരിൽ അഭിനയിച്ചപ്പോൾ. കാര്യം പറയുന്ന പോലെ ഫീൽ ചെയ്തു. എന്തെന്ന് ചോദിച്ചോ? പുള്ളി പുറത്ത് നിന്ന് വേറെ എന്തെങ്കിലും പറയാം, അകത്തോട്ട് വരുമ്പോൾ പുള്ളി ആ ക്യാരക്ടറാകും. പക്ഷേ പുള്ളി അത് വളരെ ഇതായിട്ടാണല്ലോ ചെയ്യണേ. മറ്റതെല്ലാം നമുക്കൊരു ആക്ടിങ് ഉണ്ടാവില്ല, ഇതിനകത്ത് ആക്ടിങ് ഇല്ല. വളരെ നാച്ചുറൽ ഒരു സുഹൃത്തിനെ സംസാരിക്കുന്നത്. പുള്ളി അങ്ങോട്ട് ബിഹേവ് ചെയ്യണതാണ്. അതൊക്കെ എങ്ങനെ ഇത്ര ലെങ്തി ഡയലോഗ് പറയുന്നത്? പുള്ളി അല്ല, പല ബിസിനസ് ചെയ്യുന്ന ആളാണ്, പല സുഹൃത്തുക്കളുണ്ട്, അത് ചർച്ച കിടക്കുന്നത്. ഇതിനടുത്ത് ഇടയ്ക്ക് വന്ന് ഈ ഡയലോഗ് പറയേണ്ടത് ഇവർക്കൊക്കെ പ്രത്യേക അനുഗ്രഹമായിരിക്കും. എനിക്ക് തോന്നുന്നു പൃഥ്വിരാജ്, നമ്മുടെ കൃഷ്ണകുമാറിന് മുകളിൽ അഹാനയ്ക്കും ഈ മോഹൻലാലിന്റെ കഴിവുണ്ട്. അഹാന ശരിക്കും പറഞ്ഞാൽ ഈ പാർവതി, തിരുവോത്ത്, അഹാനയൊക്കെ ഈ ലെവലിൽ അവർ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ
വലിയ ആക്ടേഴ്സ് ആകേണ്ട ആൾക്കാരാണ്. പിന്നെ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. ശോഭിച്ചിരിക്കുന്നില്ല, അങ്ങോട്ട് ലൈംലൈറ്റിലോട്ട് അറിയില്ല എന്താണെന്ന് അറിയില്ല. ഇവർക്കൊക്കെ അവർ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരൊക്കെ ഭയങ്കര കഴിവുള്ള രണ്ടുപേരും. അതെ, പാർവതി തിരുവോത്തർ ഈ ലെവലിൽ നിൽക്കേണ്ടവരാണോ ശരിക്കും? അതെ അതെ, ഭയങ്കര കഴിവുള്ളവരല്ലേ. പാർവതി തിരുവോത്തൊന്നും കാണുന്നേ ഇല്ല ഫ്രെയിമിലോട്ട് അല്ലേ, കുറവാണ്. മാറ്റി നിർത്തിയതാന്ന് വിചാരിക്കുക അല്ലേ ഒരു പക്ഷെ ചില. എനിക്കറിയില്ല, പറയണാണ്. അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാരൊക്കെ ഓപ്പോസിറ്റ് നിൽക്കും, നമ്മൾ തന്നെ അവരുടെ അഭിനയം ഇങ്ങനെ വീക്ഷിക്കാറുണ്ടല്ലേ? ഇല്ല, ഞാൻ അത് ലാലേട്ടന് മുമ്പിൽ മാത്രമേ ഉള്ളൂ. ഈ തിലകൻ ചേട്ടനോടൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. അപ്പം അതൊന്നും എനിക്ക് അങ്ങനെ ഇതായിട്ട്, എനിക്ക് ലാലേട്ടനോട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഇഷ്യൂ ഒരു പ്രാവശ്യം വന്നത്. അതേ ഉള്ളൂ. മമ്മൂക്കൊന്നും വിഷയമില്ല, വളരെ കൂളായിട്ട് ഇവിടെയൊക്കെ ചെയ്യും. മമ്മൂക്കോട്ട് തിലകൻ്റെ നെടുമുടി വേണുചേട്ടൻ്റെ കൂടെ, അവർക്ക് വലിയ ആക്ടേഴ്സ് അല്ലേ. മുകേഷ്, ജഗദീഷ്, ആ ടീമിനോടൊന്നും യാതൊരു ഇതുമില്ല, സുഹൃത്തുക്കളെ പോലെ സംസാരിക്കും. നിങ്ങളുടെ ഒരു പ്രതാപകാലം ഇനി ഒരു സാധ്യതയുണ്ടോ മലയാള സിനിമയ്ക്ക്? നിങ്ങളുടെ ആ ഒരു ഗ്യാങ് വിജയിപ്പിച്ചതുപോലെയുള്ള ഒരു കാലഘട്ടം ഇനി ഇവരൊന്നും പ്രതീക്ഷിക്കുന്നു മലയാള സിനിമയിൽ? പുതിയ പിള്ളേരാ ഇപ്പോഴും ഗാങ്സ്റ്റർ പിള്ളേർ വന്നിട്ടുണ്ടല്ലോ, എല്ലാം ഹിറ്റ് വന്നില്ലേ, ഒരുപാട് പടങ്ങൾ വരുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ കഥകൾക്ക് ഇനി ഒരു പ്രസക്തി ഉണ്ടെന്നുള്ളത്, ഈ അനീബാബു പോലെ അല്ലെങ്കിൽ ഓരോ കാലഘട്ടം ഓരോ കഥയൊക്കെ മാറില്ലേ, ജനറേഷൻ മാറും തോറും എല്ലാം മാറുമായിരിക്കും. ഈ ജോഷ് സാർ വഴക്കൊക്കെ പറയാറുണ്ടോ? അത് അങ്ങനെ പറഞ്ഞു കിട്ടിയിട്ടില്ല. ഇല്ല, സാറിന് പറയുന്നൊരു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ചില ഡയറക്ടർമാർ പരസ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത് പറയുമ്പോഴും ജോഷിയുടെ വഴക്ക് പറയും എന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെട്ട അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ദിവസം തീരണ വരെയും നീ ആ ചെയ്തിരുന്നത് ഗംഭീരമായിടാ അത് പറയും അല്ലേ, അത് പറയും. അത് പുള്ളി മാത്രം അങ്ങനെ പറയണേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ദിവസം മുഴുവൻ പറയും. ആ ലൊക്കേഷനിൽ പോകണം, അടുത്ത ഷോട്ട് എടുക്കുമ്പോൾ എടാ നീ അത് ചെയ്തത് അത് കലക്കിയിട്ടാ, നന്നായിട്ട് ചെയ്തിട്ടാ. അത് എങ്ങനെ അവസരം പറയും, ഏതിലോടായിരിക്കും പുള്ളി അങ്ങനെ പറയാനുള്ളത്? എൻ്റെ സംഘമാണെങ്കിലും പുള്ളിയുടെ അഭിനയിച്ച പടങ്ങളൊക്കെ എന്തെങ്കിലും സാധനം ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. പുള്ളി ഭയങ്കര ക്ലോസ് ആയിട്ട് ചില സാധനങ്ങൾ വെക്കും, അത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറയും. അങ്ങനെ ചെറിയൊരു സാധനമാണെങ്കിൽ പുള്ളി അത് പറയും. അന്ന് ദിവസം അവസാനിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അത് ഈ തണുത്ത കാലം നെടുമുടി വേണമുള്ള വില്ലൻ. അപ്പോൾ പുള്ളി നടക്കണത്, പുള്ളി ചാറുന്നത്, പുള്ളി സോക്സ് ഈ ഷൂസിൻ്റെ അകത്ത് നിന്ന് ചകിരി എടുക്കണത്, കത്തി എടുക്കണത്, മതിൽ ചാറുന്നത്, അതൊക്കെ ഞാനാണ് ചെയ്തത്. പുള്ളിനെ കാണിക്കാതെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാനാണ് ചെയ്തത്. വണ്ടി ജീപ്പ് ഓടിച്ചും തിരിയണതൊക്കെ അതൊക്കെ കറക്റ്റ്. പുള്ളിക്ക് ഈ ക്യാമറയും ആർട്ടിസ്റ്റും കൂടെ സിങ്ക് ആവണം പുള്ളിക്ക്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ പുള്ളി അപ്രിഷ്യേറ്റ് ചെയ്യും. വഴക്ക് ഈ മമ്മൂക്കായും ജോഷിയേട്ടനൊക്കെ വഴക്ക് പറയാനുള്ളൊരു അധികാരമുണ്ട്. കാരണം അനിയൻ എന്നുള്ള രീതിയിൽ പറയാം. ഈ താരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്രത്യക്ഷം കിട്ടിയിട്ടുണ്ടോ ചേട്ടൻ ചെയ്ത വേഷങ്ങളിൽ? കൊള്ളായിരുന്നു, അപ്പൊ ഹാജാ ചെയ്ത് എന്ന് പറഞ്ഞ് ആരെങ്കിലും പറയാറുണ്ട്? മഹായാനം പറഞ്ഞിട്ടുണ്ട്. അതാരും പറഞ്ഞേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കലാമണി കണ്ടെന്തോ പറഞ്ഞിട്ടില്ല. അല്ല, മണി പറഞ്ഞത് അങ്ങനെയല്ല. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരേ സിനിമയിലൊക്കെ അന്ന് കയറി വന്നത്, നിങ്ങളെ ആൾക്കാർ വിളിച്ചിട്ടും നിങ്ങൾ പോവാത്തത് ഭയങ്കര കഷ്ടമാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മണി പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങാർക്ക് പോലും വിഷമം തോന്നി. അല്ല, അങ്ങനെ ചിലർ പറയും നീ വെറുതെ കളഞ്ഞു കുളിക്കുന്നതൊക്കെ പറഞ്ഞവരുണ്ട് കുറെ പേര്. ശത്രുക്കളില്ല, അത് ഉറപ്പോ മലയാള സിനിമയിൽ ഉണ്ടോ? അത് രഹസ്യമായിട്ട് പാരവെക്കുന്നുണ്ടോ? ആര് പാരവെക്കാൻ? അങ്ങനൊന്നുമില്ല. നമ്മൾ തന്നെ മനസ്സിൽ വെറുതെ ചിന്തിച്ച് ഓരോന്ന് കൂട്ടണം, അവർ ചെയ്താണ്, അതൊന്നും അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ പിടികൊടുക്കാതെ നമ്മുടെ കുറ്റം തന്നെയാണല്ലേ. അത്രേ ഉള്ളൂ.